മലയാള സിനിമ എൻ്റെ ഈ അവാർഡ് ഞാൻ മലയാള സിനിമയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അതിൻ്റെ ലെഗസി ആൻഡ് ആർട്ടിസ്റ്ററി ആൻഡ് അൺവേവറിങ് സ്പിരിറ്റ്. അത് മാത്രമല്ല, എന്നോടൊപ്പം 48 വർഷമായിട്ട് എന്നോടൊപ്പം സഹകരിച്ച് പലരും ഇന്നില്ല. അവരെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു. കാര്യം എല്ലാവരും കൂടെ ചേർന്നതാണ് സിനിമ. എൻ്റെ ഡയറക്ടേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ആർട്ടിസ്റ്റുകൾ, എൻ്റെ യൂണിറ്റ് ബോയ്സ്, എൻ്റെ മേക്കപ്പ്, കോസ്റ്റ്യൂം, അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്നാണ് മോഹൻലാൽ എന്നൊരു നടനുണ്ടായത്. പ്രേക്ഷകർ, അവരെല്ലാം ഞാൻ ഓർക്കുന്നു. അവർക്കെല്ലാം ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഇതിൽ കൂടുതൽ എന്താണ് പറയേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ മലയാളി ഒന്നാമത്തെ മലയാളി എന്നുള്ളതല്ല. ഈ അവാർഡ് ഒരു ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയൊരു അവാർഡ് ഈ മലയാള സിനിമയ്ക്ക് കിട്ടിയതിൽ ആണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു, ആ ഫ്രറ്റേണിറ്റിയിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇത് ഇന്ത്യൻ സിനിമയ്ക്കുള്ള ഒരു അവാർഡായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ എന്താ പറയാ, ഒരുപാട് അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, നാഷണൽ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിന് വളരെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഒരു ചലച്ചിത്ര രംഗത്തെ ഏറ്റവും വലിയ മികച്ച അവാർഡായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം അങ്ങ് പറഞ്ഞ പോലെ ഇത് രണ്ടാമത് കിട്ടുന്ന ഒരു മലയാളി എന്നുള്ള രീതിയിൽ, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അതിന് വളരെയധികം പ്രസക്തിയുണ്ട്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ ഏറ്റവും ഡീപ്പ് സെൻസ് ഓഫ് ഹ്യൂമിലിറ്റി എന്നാണ് എനിക്ക് പറയാവുള്ളൂ. അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു, പ്രേക്ഷകരോട് നന്ദി പറയുന്നു. ഈശ്വരൻ, ദൈവം എന്ന് പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, 48 വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന മേഖല എനിക്ക് ഈശ്വരൻ തന്നെയാണ്. അപ്പൊ അതിൽ നമ്മൾ എങ്ങനെയാണ് ഈശ്വരനെ കാണുന്ന ഒരു പ്രാർത്ഥന പോലെയാണ്. അപ്പൊ അതിന്റെ ഒരു ഫലമായിട്ട് ഞാൻ അതിനെ കാണുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഒരു ഈശ്വരൻ തന്ന അവാർഡ് എന്ന് പറഞ്ഞത്. എല്ലാ വർഷവും നല്ലതാണ്. അങ്ങനെ 2025 വർഷമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇതിനു മുമ്പും ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളും ഒരുപാട് നല്ല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത്രയും വർഷത്തെ ഒരു യാത്രയിൽ ഈ നിമിഷം, ഈ അവാർഡ് എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളതാണ്. ഒരുപാട് തലമുറകളെ പ്രചോദിപ്പിച്ചുകൊണ്ട് അങ്ങ് മുന്നോട്ട് പോവുകയാണ്. ഇത്തരം അവാർഡ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയൊരു അവാർഡ് ലഭിക്കുമ്പോൾ അത് ഈ സിനിമാ രംഗത്ത് നിൽക്കുന്ന പുതുതലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഉൾപ്പെടെ പ്രചോദനമായി മാറി. അത് തീർച്ചയായിട്ടും അങ്ങനെ കണക്കാക്കാം. എനിക്കാണ് അത് കൂടുതൽ. പുതിയ തലമുറ പഴയ തലമുറ എന്നുള്ളതല്ല. നമ്മൾ ചെയ്യുന്ന ആ മണ്ഡലത്തിൽ, പ്രവൃത്തി മണ്ഡലത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരു സത്യസന്ധത എന്ന് പറയുന്നതും കൂടെ ഇതിന്റെ പുറകിലുണ്ട്. തീർച്ചയായിട്ടും ഏത് പ്രൊഫഷനായാലും നമ്മൾ അതിൽ കാണിക്കുന്ന ഒരു സത്യസന്ധത, അതാണ് ഞാൻ ഈശ്വരൻ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ജോലി ഏറ്റവും കൃത്യവും ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതില് എന്നെ സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട്, ഞാൻ മാത്രമല്ല. ഒരു പ്രൈഡ് മൊമെന്റ് ഞാൻ തനിച്ച് ഞാനത് എടുക്കുകയല്ല, അതെല്ലാവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ്. ഈവൻ മാധ്യമപ്രവർത്തകർ, നിങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ്. എന്റെ 48 വർഷത്തെ വളർച്ചയിൽ നിങ്ങളൊക്കെ സഹകരിച്ചിട്ടുണ്ട്. ഒരുപാട് സൗഹൃദമുള്ള ആൾക്കാരുണ്ട് ഇവിടെ, പലരുമുണ്ട്. പലരും മറിഞ്ഞുപോയി. അവരൊക്കെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ ഒരുപാടുണ്ടാവും. പക്ഷെ അങ്ങനെ ആലോചിച്ചുകൊണ്ട് മാത്രം അത് സാധിക്കില്ലല്ലോ, അത് സംഭവിക്കണം. അപ്പൊ അങ്ങനത്തെ റോളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളില്ല. നല്ല സിനിമ ചെയ്യണം, നല്ല ആൾക്കാരുമായിട്ട് സഹകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അത് സംഭവിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു വലിയ സിനിമ, ഇഷ്ടമുള്ള സിനിമ എടുക്കാൻ പറ്റില്ല. അതൊരു കൂട്ടായ്മയാണ്. ഒരാളുടെ ഒരു ബുദ്ധിയിൽ നിന്നുണ്ടായി, അതൊരു പേനാത്തുമ്പിലൂടെ പേപ്പറിലായി ഒരുപാട് പ്രോസസ്സാണ്. അപ്പൊ അതാണ് ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ ഒരു നന്ദി നമ്മുടെ പ്രൊഫഷനോട് കാണിച്ചാൽ തീർച്ചയായിട്ടും അതൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നല്ല റോള് കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങളുണ്ട്. ഇപ്പം ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നടന്മാരോട് അഭിനയിക്കാൻ സാധിച്ച വളരെ അപൂർവം പേരിൽ ഒരാളാണ് ഞാൻ. പ്രേം നസീർ സാറായാലും ശിവാജി ഗണേശനായാലും
നാഗേശ്വർ റാവു ആയാലും അമിതാഭ് ബച്ചനായാലും രാജ്കുമാർ സാറൊക്കെ ആയിട്ട് വളരെയധികം ബന്ധമുള്ള ഒരാളാണ്. പത്തിക്കുറിശി സാറ്, SP പിള്ള സാറ്, അങ്ങനെയൊക്കെ വളരെ അടൂർ ഭാഷ സാർ, അങ്ങനെ ഒരുപാട് ഗുരു കാരണവന്മാരുടെ സ്നേഹവും ഒരു ഗുരുത്വവും ഉള്ള ഒരാളായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്സ് ഇതിന്റെ പുറകിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയാണ് ഡയറക്ടേഴ്സും, അതുപോലെ തന്നെയാണ് എന്റെ കൊളീഗ്സും. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അമ്മയുടെ അടുത്ത് പോയി കാര്യം അത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി, അത് അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി. എൻ്റെ അമ്മ സുഖമില്ലാതിരിക്കുന്ന അമ്മയാണ്. പക്ഷെ അമ്മ അത് മനസ്സിലാക്കി അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് എല്ലാം മനസ്സിലാകും, സംസാരിക്കാൻ കുറച്ച് അത് മനസ്സിലാക്കി അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് എല്ലാം മനസ്സിലാകും, സംസാരിക്കാൻ കുറച്ച് ഡിസ്ലറുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലാകും. അപ്പം എന്തായാലും അമ്മയുടെ ഒരു അനുഗ്രഹം എൻ്റെ പുറകെ ഞാൻ എൻ്റെ മാതാപിതാക്കളെ അതാണ് ഞാൻ പറഞ്ഞത്, അവരെ തീർച്ചയായിട്ടും ഓർക്കുന്നു. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അമ്മയുടെ അനുഗ്രഹം എനിക്ക് മാത്രമല്ല നിങ്ങൾ എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ്. അപ്പം അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് മുന്നോട്ട് വന്നത്. അദ്ദേഹം എപ്പോഴും വലിയ തമാശകൾ പറയുന്ന ആളല്ലേ അല്ലേ? അദ്ദേഹം അതിനെ ഏറ്റവും ഒരു ബ്ലാക്ക് ഹ്യൂമറായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. അദ്ദേഹമായിട്ട് എനിക്ക് നല്ല സൗഹൃദമുള്ള ആളാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു സിനിമയിൽ അഭിനയിച്ച ആളാണ്. ഒരു കൾട്ട് ഫിലിമായിട്ട് മാറിയതാണ് കമ്പനി എന്നുള്ള ഫിലിം. അപ്പം അന്ന് മുതൽ അദ്ദേഹം അത്രയും ഒരു ഹ്യൂമർ, അത്രയും ഒരു ബ്ലാക്ക് ഹ്യൂമറിൻ്റെ ആളാണ്. അപ്പോൾ എല്ലാവരും പറയുന്നതെന്ന് വ്യത്യസ്തമായിട്ട് രാം ഗോപാൽ വർമ്മ ചിന്തിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ടൊന്നും മീൻ ചെയ്തതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങളും ഉണ്ടല്ലോ. അതൊക്കെ വിമർശനങ്ങൾ ആ സമയമല്ലേ. ഞാൻ ഇതെല്ലാം എൻ്റെ തോളത്ത് ഏറ്റ് നടക്കുന്ന ഒരാളല്ല. അത് ആ സമയം കഴിഞ്ഞു. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമില്ലേ ദാസ എന്ന് പറയുന്നത്. ഇപ്പം അതൊക്കെ മറക്കൂ. ഇപ്പം ഈ പ്രസൻറ്റിൽ ഏറ്റവും നല്ല സന്തോഷത്തിൻ്റെ സമയമാണല്ലോ. അപ്പോൾ ആ പുറകിലേക്ക് എന്തിനാ ചിന്തിക്കുന്നത്? നമുക്ക് മുന്നോട്ട് പറയുന്നത്. ഞാൻ ഈ നിമിഷത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. ഈ നിമിഷം ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ പുറകിലേക്ക് നമ്മൾ എന്തിനാ ചിന്തിക്കുന്നത്? എല്ലാം കഴിഞ്ഞു പോയ കാര്യമാണല്ലോ. അപ്പം നാളെക്കുറിച്ചും ചിന്തിക്കാൻ പാടില്ല. പക്ഷേ നാളെക്കുറിച്ച് ചിന്തിക്കണം. നാളെ എത്ര മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്? നാളെ ഞങ്ങൾ ദൃശ്യം 3 തുടങ്ങുന്ന ദിവസമായിരുന്നു. നാളെ ഞങ്ങൾ രാവിലെ തുടങ്ങും. അത് കഴിഞ്ഞ് എനിക്ക് ഉച്ചയ്ക്ക് പോകണം. എന്ത് ഡ്രസ് ഇടണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ 23 ഏറ്റവും വലിയൊരു പ്രസ്റ്റീജിയസ് മൊമെന്റ് അല്ലേ അവിടെ ആ ഡയസിൽ പോയിട്ട്. ഇതിനു മുമ്പേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഏതാണ്ട് 5 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 5 പ്രാവശ്യത്തോളം, 5-ൽ കൂടുതൽ 7-8 പ്രാവശ്യം ടൈ വന്ന് പോയിട്ടുണ്ട്. അപ്പൊ ആ സ്ഥലവും പരിസരമൊക്കെ എനിക്കറിയാം. എന്നാലും അവിടെ പോയി അത് വാങ്ങിക്കും. എൻ്റെ കുടുംബമൊക്കെ ആയിട്ട് പോയി വാങ്ങിക്കുകയും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പോയി വാങ്ങിക്കുകയും അത് എത്രയോ ആൾക്കാർ കാണുകയും അതൊക്കെ ചെയ്യുന്നൊരു മൊമെന്റ് എന്ന് പറയുന്നത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുന്നത് ഒരു സന്തോഷത്തിന്റെ സമയമാണ്. എന്താ എപ്പോഴും അങ്ങനെയുള്ളൊരു കാര്യം വരുമ്പോൾ നമുക്ക് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. എന്നെ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഒരു ഷൂട്ടിന്റെ അകത്തായിരുന്നു. അപ്പൊ അവർക്കിത് പറഞ്ഞ് ഓക്കെ ആണോ എന്ന് ചോദിക്കണം അല്ലേ? നമുക്കത് ആ കൺസെന്റ് കിട്ടിയാലേ അവർക്ക് അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ആദ്യം നമുക്കത് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ അല്ലെ? ഒരു വൈൽഡ് ഡ്രീമിൽ പോലും അല്ലെ, ഒരു ഇൻസെയിൻ ഡ്രീം, നമ്മൾ കാണുന്ന ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു എന്താ പറയുന്നത്, ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. എന്നാലും ഒരു സത്യമാണോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു മൊമെന്റാണ്. അപ്പൊ ഒരു പ്രാവശ്യം കൂടെ ചോദിക്കും എന്താണ്, ഒന്നുകൂടെ പറയുന്നത് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ. അപ്പൊ എനിക്ക് ആദ്യത്തെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാൻ പറഞ്ഞു. കാര്യം അത് സത്യമാണോ എന്ന്. കാര്യം ഇതൊരു വളരെ പരമോന്നത ബഹുമതി എന്നൊക്കെ വേണമെങ്കിൽ പല പത്രക്കാർ എഴുതിയതിൽ നിന്നാണ് ഞാൻ പറയുന്ന ആ വാക്ക്.
അങ്ങനെ വലിയൊരു ബഹുമതിയായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ബഹുമതിയാണ്. ഒരു മലയാള സിനിമയ്ക്കുള്ള ഒരു ബഹുമതിയാണ്. മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകരെ അല്ലെങ്കിൽ മലയാള സിനിമയ്ക്കൊക്കെ ഉള്ള ഒരു ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ആരോ എന്തോ ചോദിച്ചു.